പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇപ്പോൾ ഫുഡ് വ്ളോഗൊന്നും കാണാത്തത്, ഫുഡിൻ്റെ വ്ളോഗൊന്നും എന്താ ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒന്നാമത് സമയമില്ല എന്നുള്ളത് തന്നെ കേട്ടോ എനിക്ക് എപ്പോഴും തരാനുള്ള ആൻസർ. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചത് വേറൊന്നുമല്ല. എനിക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ വന്നു. അപ്പം മൈഗ്രെയിൻ വന്ന സമയത്ത് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. കാരണം ഇഞ്ചക്ഷൻ അടിച്ചാൽ കുറച്ച് നേരത്തേക്ക് ബോധമൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ സ്റ്റേ ചെയ്തതായിരുന്നു. അപ്പം രാത്രിയാക്കി ഞാൻ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി എത്തി പുറത്തു നിന്ന് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോയത്. ഉമ്മ വെക്കുന്ന നല്ല ചോറും മീൻകറിയും ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഓർക്കാതെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാട്ടോ ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങനെ പിറ്റേന്ന് എഴുന്നേക്കാൻ 12 മണീൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ എഴുന്നേറ്റത് തൊട്ടിട്ട് ഞാൻ വരുവോളും കഴിച്ച ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം എൻ്റെ കോലൊന്നും നോക്കണ്ട, കാരണം ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയതാണ്. പിന്നെ ആ ഒരു സാഹചര്യം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പിറ്റേന്ന് 12 മണിക്ക് ആയിക്ക് എഴുന്നേക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ കഴിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ആകെ ടയേർഡായിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ തലവേദനയ്ക്ക് അടിക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡോസുള്ള സാധനമാണ്. അത് അടിച്ചാൽ പിന്നെ എൻ്റെ സാറേ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല എന്നുള്ള ഒരവസ്ഥയിലാണ്. അപ്പം ഞാൻ അതിന് മുമ്പ് പോയ സമയത്തും ഉമ്മ ഓരോരോ സ്പെഷ്യൽ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി തരും. സ്പെഷ്യൽ ഫുഡ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ബിരിയാണി, നെയ്ച്ചോറ്, മറ്റേ കുഴിമന്തി, അങ്ങനത്തെ ഒന്നല്ല കേട്ടോ. സ്പെഷ്യൽ നല്ല നാടൻ ഫുഡ് എന്ന് വെച്ചാൽ പക്കാ നാടൻ ഫുഡ് ഉണ്ടാക്കി തരും. അതിനോളം വരൂലല്ലോ നമ്മളെ ബിരിയാണി, നെയ്ച്ചോറൊന്നും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം നല്ല കുഞ്ഞിപ്പത്തലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതേപോലെ തലവേദനയൊക്കെ ആയിട്ട് പോയതായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞിപ്പത്തലിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ടയറുവത്തലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പോയാൽ നല്ല അടിപൊളി നാടൻ ഫുഡേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഞാൻ വെക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചതാണ്, എവിടുന്നാണ് ഈ ഫുഡ്, എങ്ങനെയാണ് കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നതെന്നൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. തലവേദനയായി ഹോസ്പിറ്റലിലായി. അവിടുന്ന് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടുന്ന് ഉമ്മ ഉണ്ടാക്കി തന്ന അടിപൊളി ഫുഡുമായിട്ട് ഇതിൻ്റെ പുറകെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി എങ്ങനെയുണ്ടെന്ന് കൊതി കൂടിയാൽ എന്നോട് പറയണ്ട കേട്ടോ. അത്രയ്ക്ക് നല്ല നാടൻ ഫുഡാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു വെക്കുക. ഓക്കെ, അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഫുഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ഇതെന്താ നോക്കുന്നതെന്നറിയോ, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു പത്തൽ കഴിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പത്തിരി എന്ന് പറയും, ചിലർ പത്തൽ എന്ന് പറയും. പത്തലും ചിക്കൻ കറിയും മത്തിക്കറിയായിരുന്നു കേട്ടോ ഉള്ളത്. ഈ പത്തൽ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ കുറച്ച് കട്ടി കുറവുള്ള ഒരു സാധനമാണ് ഞങ്ങളുടെ നാട്ടിലേക്ക്. എന്ന് വെച്ചാൽ എന്നെ വിവാഹം കഴിച്ചുകൊണ്ടുപോയിടത്തേക്കാണെങ്കിലും എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണെങ്കിലും ഇത്ര കട്ടി ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര ടയർ വത്തൽ എന്ന് കേട്ടിട്ടുണ്ടോ, അതാണ് ഇത്. ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കഴിക്കുമ്പം. പക്ഷേ എടുത്ത് വെച്ച് പറയാമല്ലോ, എമ്മാതിരി ടേസ്റ്റാണെന്നറിയോ. ആ ഒരു ടേസ്റ്റ് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഒട്ടുക്കമത്തെ ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ചക്ക തന്നെയാണ് താമര തന്നെയാണ് ചക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പഴുത്ത ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പഴുത്ത ചക്ക. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതെന്ന് കേട്ടാൽ ഉമ്മ പഴുത്ത ചക്ക ഉണ്ട് എനിക്കായിട്ട് മാറ്റി വെക്കും കേട്ടോ. അപ്പം ഭയങ്കര മധുരമുള്ള ചക്കയാണ്. അപ്പം ചക്കയും ചായയും പത്തൽ കഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കഴിക്കുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റപാടുക്കാണ് തന്നെ പറയാൻ 12 മണിയായി കേട്ടോ എഴുന്നേൽക്കുമ്പം. അപ്പോൾ പിന്നീടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ കഴിച്ചതെന്നുള്ളത് എനിക്ക് തന്നെ ഇപ്പോൾ പിടുത്തല്ല കേട്ടോ.
അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുളിയൊക്കെ പാസ്സാക്കി വീണ്ടും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പം നല്ല ചക്ക തേങ്ങ അരച്ച് പുഴുങ്ങിയതും പിന്നീട് മത്തിക്കറി ഉണ്ടായിരുന്നു. ചമ്മന്തി ഉണ്ട് കേട്ടോ. ചമ്മന്തി, മത്തിക്കറി, ചിക്കൻ കറി, ചോറും ഉണ്ടായിരുന്നേ. അപ്പം എനിക്ക് ചോറ് വേണ്ട, ചക്ക മതി എന്ന് പറഞ്ഞതാണ്. അപ്പം മെഡിസിൻ്റെ ഡോസൊക്കെ കുറഞ്ഞ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ആ ഒരു കൈപ്പാട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ പൊതുവേ ചക്ക പുഴുങ്ങിയതങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇത് തേങ്ങ അരച്ചൊക്കെ വെച്ചപ്പം ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നി. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയി കേട്ടോ. ചക്കയും ചിക്കനും മത്തി കുടംപുളി ഇട്ടൊക്കെയാണ് വെച്ചത്. അതും അതേപോലെ ചമ്മന്തിയും എല്ലാം കൂടിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ. ഇത് മെയിനായിട്ട് വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ മോന് എൻ്റെ വീട്ടിലായിരുന്നുള്ളത്. അവൻ അവിടുന്ന് ചക്ക കഴിക്കുന്നതിൻ്റെ വീഡിയോ എനിക്കെടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറയാ വെച്ചാൽ അവന് അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എടുത്തത്. അപ്പം ഞാൻ വിചാരിച്ച് ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ഒരു വീഡിയോ ആക്കിയിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ കഴിച്ചു. അവിടുന്ന് ഇറങ്ങാൻ നോക്കിയ സമയത്താണ് ചാമ്പക്ക. പഴുത്ത ചാമ്പക്ക എടുക്കാൻ പറ്റില്ല കേട്ടോ, പുഴുവാണ്. അപ്പോൾ പച്ച ചാമ്പക്കയിൽ പുഴു ഇല്ല എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് കഴിച്ചത്. ഇനി പുഴുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിലും നാച്ചുറൽ അല്ലേ, വയറ്റിൽ പോയിക്കോട്ടെ അല്ലേ. അപ്പം അങ്ങനെയാണ്, ഇത്രയും വിശേഷങ്ങളാണ്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. ഫുള്ള് ഫുഡ് കഴിച്ചു ഉഷാറായി തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ. ഓക്കേ, ബൈ.